ബുദ്ധിമുട്ടായോ ഡോക്ടർക്ക്? ഏയ്, അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞ? രഘു ഇവിടെ? മോളിലുണ്ട്, വരും. ഇവിടെയാ. രഘു, നിനക്ക് ആളെ മനസ്സിലായില്ലേ രഘു? ഇത് ഡോക്ടർ മുകുന്ദനാ, നിന്റെ ഫ്രണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചേ? എനിക്ക് മനുഷ്യരെ കണ്ട തിരിച്ചറിയില്ലെന്നോ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ കുറച്ചു നേരം രഘുവിന്റെ കൂടെ ഇരുന്നോട്ടെ, വിരോധമില്ലെങ്കിൽ. ഞാനിപ്പോ ചായ കൊണ്ടുവരാം. ഒന്നും വേണ്ട, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അങ്കിളുടെ ഫോൺ വന്നത്. അത് ശരി, അപ്പൊ നിങ്ങൾ മുകുന്ദനെ ഫോൺ ചെയ്ത് വരുത്തിയാണല്ലേ? രഘു, കൂൾ ഡൗൺ. രഘു, പ്ലീസ്. സ്വല്പം അടിക്കുന്ന നീ ചായയും പാലും മാത്രം കഴിക്കുന്ന ആളായിരിക്കുമെന്നാ അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത്. സൂര്യൻ ഉദിച്ച ഇവൻ എനിക്ക് ഹറാമാ. ഹിപ്പോക്രസി എന്ന് പറ. നിങ്ങൾ ഡോക്ടർമാർക്കും വൈറ്റ് കോളർക്കാർക്കും കൂടപ്പിറപ്പ്. എന്താ കുറച്ചാകുന്നോ? സ്കോച്ചും സ്കീച്ചൊന്നും അല്ല. നീയൊക്കെ ഇപ്പൊ സ്കോച്ചല്ലേ കഴിക്കൂ? അല്ല, ഇത് എത്ര നാളായി സാറ് ഈ മുറി വിട്ട് പുറത്തിറങ്ങിയിട്ട്? ഭക്ഷണം പോലും ശരിക്ക് കഴിക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അമ്മയും അച്ഛനും പറഞ്ഞു തന്നായിരിക്കും. ശരിയാണ്, ഞാൻ കോളേജിൽ പോയിട്ട് ഒരാഴ്ചയായി. ഭക്ഷണം കഴിക്കണില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഇവൻ്റെ അകത്തും കലോറി ഇല്ലേ? നീ ഇങ്ങനെ ഒരു ആൽക്കഹോളിക്കായി മാറുന്നത് കണ്ടിരിക്കാൻ അച്ഛനമ്മയ്ക്ക് ആവോ? അതുകൊണ്ടാ അവരെന്നോട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. എന്തിന്? എന്നെ ഗുണദോഷിക്കാനോ അതോ ചികിത്സിക്കാനോ? പക്ഷേ നഗരത്തിലെ പേരുകേട്ട സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മുകുന്ദന് സഹപാഠിയും സുഹൃത്തുമായ ഒരാളെ മാനസിക രോഗിയായി മുദ്ര കുത്താൻ പറ്റുമോ? ഞാനിവിടെ വന്നത് സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്കല്ല, നിന്റെ സുഹൃത്ത് എന്ന നിലയ്ക്കാണ്. നിനക്ക് മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടത് വേണ്ടപ്പെട്ടവരുടെ കടമയല്ലേ? ശരിക്കും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അതോ നക്കാപ്പിച്ച കൺസൾട്ടേഷൻ ഫീ വല്ലതും ഒക്കുമെങ്കിൽ ഒക്കട്ടെ എന്ന് കരുതി വന്നാണോ? നീ എന്നെ അത്രയ്ക്ക് തറയാക്കരുത്. പണം എനിക്ക് വേണം, പക്ഷേ അത് നിന്നെ ചികിത്സിച്ച് വേണ്ട. എന്താ, നീ എന്നെ ഒന്ന് സഹായിക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് ശരിക്കും ഉറക്കമില്ല. ആരോ എന്നെ ഉറക്കത്തിലും പിന്തുടരുന്ന പോലെ. ഇങ്ങനെ പെട്ടെന്ന് തോന്നാൻ? 4 മാസം മുമ്പ് നിന്നെ ഞാൻ കണ്ടപ്പോൾ പോലും യു വർ അബ്സല്യൂട്ട്ലി നോർമൽ. കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തന്നെ പരിഹരിക്കാമല്ലോ. ദേ, നീ ഇപ്പം ചെറിയ കുട്ടിയൊന്നുമല്ല. നിനക്ക് അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ അതിനെ മദ്യത്തിൽ മുക്കി നശിപ്പിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ആട്ടെ, നിനക്ക് എത്ര കാലമായി ഈ ഫീലിംഗ് തുടങ്ങിയിട്ട്? 7-8 ദിവസമായി. പ്രത്യേകിച്ച് വല്ല കാരണവും? കുറേ നാളായി ഞാൻ ടെൻഷനാണ്. എന്താണ് കാരണമെന്നറിയില്ല. ടെൻഷൻ മാറ്റാൻ രാവും പകലും മദ്യപിച്ചു. നീ ഒരു കാര്യം ചെയ്യുക, ആദ്യം ഈ കുടി നിർത്ത്. എൻ്റെ ക്ലിനിക്ക് വരെ വൈകിട്ട് 5 മണിക്ക് വരണം. അപ്പം താനും എന്നെ മാനസിക രോഗിയാക്കണോ? അകാരണമായി നിന്നെ ഒരു ഫോബിയ പിടികൂടിയിരിക്കുന്നു. അത് മുളയിലേ നുള്ളിക്കളയണം. നീ ഒരു മാനസിക രോഗിയായി മാറാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. താൻ തീർച്ചയായും ക്ലിനിക്കിൽ വരണം, ഞാൻ കാത്തിരിക്കും. നിന്നെപ്പോലുള്ള ആർട്ടിസ്റ്റ് സൈക്കാട്രിക് ക്ലിനിക് എന്ന് കേൾക്കുമ്പോഴേക്കും പേടിക്കരുത്. രഘു മുകുന്ദനെ കാണാൻ വരുന്നു. ജസ്റ്റ് എ ഫ്രണ്ട്ലി വിസിറ്റ്, ദാറ്റ്സ് ഓൾ. ഇല്ല, നിന്റെ ക്ലിനിക്കിലൊന്നും വരാൻ പറ്റില്ല. എന്നാ വേണ്ട, വൈകിട്ട് 5 മണിക്ക് ഞാനിവിടെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു ഔട്ടിംഗ് ആകാം. എന്താ? ഓക്കെ.
ഡോക്ടർ, ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖവുമില്ല. ഒരാഴ്ചയായി കുട്ടിക്ക് ഊണോ ഉറക്കം ഇല്ലാതായിട്ട്. മദ്യപാനം മുറയ്ക്കുണ്ട് താനും. മദ്യപാനം വലിയൊരു അസുഖമൊന്നുമല്ല. പക്ഷേ അത് മാത്രമായാൽ സൂക്ഷിക്കണമെന്ന് മാത്രം. കുറച്ച് ടാബ്ലറ്റ്സ് കൊണ്ട് മാറ്റാവുന്നേ ഉള്ളൂ. ആ, വൈകിട്ട് 5 മണിക്ക് ഞാൻ വരാം. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ആശുപത്രി കിടത്തി ചികിത്സിക്കേണ്ടി വരുമോ? ഏയ്, ഞാൻ പറഞ്ഞില്ലേ പേടിക്കാനൊന്നും ഇല്ലെന്ന്. രഘുവിന് ചെറിയൊരു മെൻ്റൽ ഡിപ്രഷനുണ്ട്. അത് റിക്കവർ ചെയ്യാൻ പുള്ളി മദ്യത്തിനെ ആശ്രയിക്കുന്നു മാത്രം. അവനെ പഴയ രഘുവാക്കി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ പോരെ? ഇത് ചെറിയൊരു ഫീസാ. എന്താ ഇത്? ഞാനിവിടെ വന്ന് ഡോക്ടറായിട്ടല്ല. ഞാനും രഘുവും സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അങ്കിളും ആൻറ്റിയും എന്നെ ഡോക്ടറായിട്ട് കാണണ്ട, രഘുവിനെ പോലെ കണ്ടാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ആ, ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ശരി ഡോക്ടർ. വരട്ടെ. ആ, അപ്പം മറക്കണ്ട, വൈകിട്ട് 5 മണി. ഉം. രഘു, ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. നീ മദ്യപാനം തുടങ്ങിയിട്ട് എത്ര കാലമായി? കോളേജ് ഡേയ്സിൽ നീ ഒരു മദ്യവിരുദ്ധനായിരുന്നല്ലോ. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മദ്യത്തിൻ്റെ രുചി അറിയുന്നത്. ഡിഗ്രി കഴിഞ്ഞ് ചിത്രകല പഠിക്കാൻ നീ ഇവിടെ വന്ന കാലം മുതൽ. ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നതിൻ്റെ തലേനാൾ മുതൽ അതുവരെ ഞാൻ മദ്യം തൊട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഏതാണ്ട് 12 വർഷക്കാലം. ചിത്രകല പഠിക്കാൻ പോയ വിദ്യാർത്ഥി മദ്യപിക്കാതിരിക്കുക അവിടുത്തെ 4 വർഷക്കാലം. താനെന്താ ആളെ കളിയാക്കാണോ? അല്ല, നിങ്ങൾ ഈ ചിത്രകാരന്മാരൊക്കെ പൊതുവേ കള്ളും കഞ്ചാവും അടിക്കുന്നവരെന്നാ ഞാൻ വിചാരിച്ചത്. തൻ്റെ വിചാരമെല്ലാം ശരിയായിരിക്കണമെന്നില്ലല്ലോ. ദാറ്റ് ഈസ് ട്രൂ. 4 വർഷം മദ്യം തൊടാത്ത നീ പെട്ടെന്നൊരു ദിവസം മദ്യത്തിന് അടിമയാവാൻ കാരണം? ടെൽ മീ. പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ, അതോ വെറും നിമിത്തം മാത്രമാണോ? ഞാൻ ജീവിതത്തിൽ മറക്കാൻ ശ്രമിക്കുന്ന ചില സംഭവങ്ങൾ അപ്പോൾ നടന്നു. എന്താണത്? പറയാൻ മനസ്സിലെങ്കിലോ? പറയണം. യു ഹാവ് ടു ടെൽ മീ. നിന്റെ അസുഖത്തിൻ്റെ വേര് കണ്ടെത്തണമെങ്കിൽ നീ എന്നോട് പറയുക തന്നെ വേണം. നീ എന്നെ സൈക്കോ അനാലിസിസ് ചെയ്യുകയാണല്ലേ? നാണമില്ലേ നിനക്ക്? ആർ യു എ ഫ്രണ്ട്? കൂൾ ഡൗൺ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോഴും ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് തന്നെയാണ് ചോദിക്കുന്നത്. സന്ദർഭവശാൽ ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആയിപ്പോയി. അതിനാൽ എൻ്റെ ഭാഷ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെതായി പോകും, ഞാൻ എത്ര ശ്രമിച്ചാലും. നിനക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ജീവിതത്തിൽ ആരോടും പറയരുതെന്ന് വിചാരിച്ച ആ സംഭവം.
ഏയ് ഹായ് രഘു വാ ഇരിക്കെ. രഘു ഇവളെൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല കേട്ടോ. ഷീസ് മൈ ഓൺലി സിസ്റ്റർ ഡാലിയ. ഞങ്ങൾ ഡോളിന്ന് വിളിക്കും. CBSEക്ക് പഠിക്കുന്നു. ഹലോ. ഡോളി ഇവൻ എൻ്റെ ക്ലാസ്മേറ്റ് രഘു. ഇവിടെ വല്ല സ്വദേശം, മലബാറുകാരനാ. ഹലോ. രഘു നിനക്കെന്താണ് പേഴ്സണലായി പറയണമെന്ന് പറഞ്ഞത്? ബെന്നി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ പക്ഷേ നീ കാര്യം എന്താണെന്ന് പറ. എന്നാലല്ലേ തെറ്റായോ ശരിയായോ ധരിക്കാൻ പറ്റൂ. അത് കമോൺ, വളച്ചു കെട്ടാതെ നീ കാര്യം പറ. എനിക്കൊരു മോഡലിന് വേണം, ഡിഗ്രി ഷോയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ? ഇത് പറയാനാണോ ഇത്ര വിമിഷ്ടം? ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാത്? പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയണം സാർ. ഡാലിയ. നോ. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്ന്. ഒരു ആർട്ടിസ്റ്റായി എനിക്ക് നിന്റെ വികാരം അറിയാൻ പറ്റും. പക്ഷേ ഇക്കാര്യത്തിൽ പ്ലീസ് ബെന്നി, ഡാലിയെ കണ്ടപ്പോൾ തന്നെ തോന്നിയതാ എനിക്ക് ഈ ഐഡിയ. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് രഘു. നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ല ഞാൻ. നിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എനിക്കറിയില്ലേ. ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പാരൻസിൻ്റെ പെർമിഷനാണോ പ്രശ്നം? നീ യെസ് പറഞ്ഞാൽ ഞാൻ അവരുടെ പെർമിഷൻ വാങ്ങിച്ചോളാം. മൈ മദർ ഈസ് നോ മോർ രഘു. ഐ എം സോറി. 2 വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്കിൽ അമ്മ മരിച്ചു. ആ ഷോക്കിൽ നിന്നും വിമുക്തയാകാൻ ഡോളിക്ക് കഴിഞ്ഞില്ല. അവൾക്കൊരു ചേഞ്ച് ആയിക്കോട്ടെന്ന് കരുതിയ ഈ വർഷം ഡാഡി അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അതായിരിക്കാം ഡാലിയെ കണ്ടപ്പോഴേ ആ കണ്ണുകളിൽ പറയാനാവാത്ത എന്തോ വിഷാദം കണ്ടത്. അവളെ നോർമലാക്കാൻ ഡാഡിയും ഞാനും പെടുന്ന പാട്. ഐ എം സോറി രഘു. എനിക്കിക്കാര്യം ഡോളിയോട് പറയാൻ പറ്റില്ല.
ഹായ് രഘു. നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? വാ. ഇരിക്കെ. എന്താ ഇത്? പറയാം. അച്ഛനും സിസ്റ്ററും ഇല്ലേ? ഡാഡി ഈവനിങ് വാക്കിന് പോയിരിക്കുക. ഡോളിയുണ്ട്. ഡോളി. ഡോളി, ഇത് രഘു. ഓർക്കുന്നുണ്ടോ അന്നൊരു ദിവസം പരിചയപ്പെട്ടത്? ഡോളി ഇരിക്കെ. ഡാലിയ, ഞാൻ കുട്ടിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വാങ്ങിക്കൂ ഡോളി. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ യു. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു രഘു. ഡാലിയക്ക് ചിരിക്കാനും അറിയാല്ലേ? ഇരിക്കൂ. ഓ, ഫാന്റാസ്റ്റിക്. ഡോളി ജീവനോടെ നിൽക്കുന്നത് പോലെ. കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. കൺഗ്രാറ്റുലേഷൻസ് എന്നോടല്ല പറയേണ്ടത്. ദാ നിൽക്കുന്ന ചിത്രകാരൻ എന്റെ ക്ലാസ്മേറ്റാ രഘു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രഘു. താങ്ക് യു സാർ. ടേക്ക് യു സീറ്റ്. പക്ഷേ ഈ ചിത്രം വരയ്ക്കാൻ ഡോളി എപ്പോൾ മോഡൽ ചെയ്തു? ടെൽ മീ. ഡാലിയെ മോഡൽ ചെയ്തിട്ടല്ല വരച്ചത്. രഘു ഒരിക്കൽ എന്നോടൊപ്പം ഡോളിയെ കണ്ടിട്ടുണ്ട്. അത് വെച്ച് വരച്ചതാ. Oh, is it? In that case, you are great, Mr. Raghu. Really great. താങ്ക് യു സാർ. Hello, Raghu. We are all waiting for you. Come on, join us. Happy returns of the day. Thanks. Good. Go ahead. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday, Dahlia. Happy birthday. ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത അനുഭൂതി.
എൻ്റെ മനസ്സിൽ കൗമാരപ്രായത്തിൽ എപ്പോഴോ വരച്ചിട്ട പെൺകുട്ടിയുടെ രൂപം ഞാൻ അവളിൽ കണ്ടു. പരീക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കേണ്ട മുഹൂർത്തമെടുത്തു. എൻ്റെ മനസ്സ് അവളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഡാലിയ, നാളെ ഞാൻ വീട്ടിലേക്ക് വണ്ടി കയറും. അതിനുശേഷം നമുക്ക് എപ്പോഴാ കാണാൻ കഴിയുക? ഞാൻ ഡാഡിയോട് സംസാരിക്കട്ടെ. ഡാലി ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. ഞാനാണെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നവനും. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അംഗീകാരം അല്ലെങ്കിൽ വരുമാനം ഉറപ്പാക്കുന്നൊരു ജോലി 1-2 വർഷത്തിനകം ഞാനത് നേടിയെടുക്കും. മുമ്പെങ്ങും എനിക്കിങ്ങനൊരു വാശിയില്ലായിരുന്നു. ഇപ്പോൾ ഡാലി എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടുന്നില്ലാത്ത വാശി. ജീവിക്കണം, ഒറ്റയ്ക്കല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്. ഇനി 2 വർഷം കൂടെ കാത്തിരിക്കണം. ഡാലിയ നാളെ ഹോസ്റ്റലിൽ വരണം. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്തു പറ്റി? ഞാൻ പറയാൻ പാടില്ലാത്ത വല്ലതും പറഞ്ഞോ? ഇരിക്ക. ഞാൻ യാത്ര പറയാൻ വന്നാണ്. നാട്ടിലേക്ക് മടങ്ങുക. അറിഞ്ഞു എല്ലാം. എനിക്ക് ഡാലി ഒന്ന് കാണണം, യാത്ര പറയാൻ. നോ, രഘു ഇനി അവളെ കാണരുത്. സാർ പ്ലീസ്. വേണ്ട, ഒന്നും പറയണ്ട. രഘുവിനെ ഈ വീട്ടിൽ ഒരു അന്യനല്ലാതെ കണ്ടതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകുട്ടിയോട് ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് വരാൻ പറയുന്നത് ശരിയാണല്ലേ? സാർ, എനിക്ക് ഡാലി ഇഷ്ടമാണ്. ഐ വാണ്ട് ടു മാരി ഹർ. നിങ്ങളത് സംസാരിക്കേണ്ടിയിരുന്നത് എന്നോടായിരുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനുള്ള പ്രായം എൻ്റെ മകൾക്കായിട്ടില്ല. ഷീ സ്റ്റിൽ എ മൈനർ. നിങ്ങളൊരു കൺട്രിയാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഐ അപ്പോളജൈസ്. അവളുടെ അമ്മ മരിച്ച ആഘാതത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി പാടുപെടുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ട് താമസം മാറ്റിയതുപോലും. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങുകയാണ്. നിങ്ങൾ അതും പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുക. സാർ, ഡാലി ഒന്ന് കണ്ട് യാത്ര പറയാനെങ്കിലും സാറ് സമ്മതിക്കണം. നോ, ഷീ ഡസൻറ്റ് വാണ്ട് ടു മീറ്റ് യു. ബെന്നിയെ പോലെ തന്നെയായിരുന്നു രഘുവും അവൾക്ക്. നൗ യു ക്യാൻ ഗോ. ആ, ഡാലിയ പ്ലീസ്, ഞാൻ പറയുന്നൊന്നും കേൾക്കൂ പ്ലീസ്. യെസ്, വാട്ട് ഡു യു വാണ്ട്? ഡാലിയയ്ക്ക് ഇത്രയും വെറുപ്പ് തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്നോട് പിണങ്ങരുത്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. യു ആർ എ ചീറ്റ്. ഡാലിയ, ഞാനൊരു എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയാന്നൊന്നും കരുതണ്ട. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. യു ആർ എ ചീറ്റ്. ഡാലിയയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലേ? No, I never loved you. I love to be loved. That's all.
loved you. I love to be loved. That's all. I never loved you. I love to be loved. That's all. അന്നു മുതൽ ഞാൻ മദ്യത്തിന് അടിമപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടിയുടെ നാവിൻ തുമ്പത്ത് നടന്നു വീണ വാക്കുകൾ വെടികൊണ്ട പോലെ എൻ്റെ ഹൃദയത്തെ പിച്ചു ചീന്തി. കൊള്ളാം. അതായിരിക്കും വയസ്സ് 19-35 സാറ് കല്യാണം കഴിക്കാതിരിക്കുന്നതിൻ്റെ രഹസ്യം അല്ലേ? ഞാൻ എൻ്റെ ഹൃദയവും മനസ്സും കലയ്ക്ക് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞു. ഒരു സ്ത്രീക്ക് വേണ്ടി ഒഴിച്ചിടാൻ ഇനി എൻ്റെ ഹൃദയത്തിൽ ഇടവില്ല. ചെറുപ്പകാലത്ത് സംഭവിച്ചു പോയൊരു പ്രേമ ദുരന്തം, അതിനെ ഓർത്ത് വിലപിക്കാനുള്ളതാണോ നിന്റെ വിലപ്പെട്ട ജീവിതം? ഒരു വർഷക്കാലം എനിക്ക് അങ്ങനെയായിരുന്നു. എപ്പോഴോ കണ്ടു മറന്നൊരു ദുസ്വപ്നം പോലെ. കോഴ്സ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു കോൺവൊക്കേഷന് വേണ്ടി. അപ്പോൾ ഡാലിയും കുടുംബവും ഇവിടെ ഇല്ലായിരുന്നു. അവർ ഡൽഹിക്ക് താമസം മാറ്റിയതായി അറിഞ്ഞു. കോൺവൊക്കേഷൻ കഴിഞ്ഞെന്ന രാത്രിയിൽ ഞാൻ എൻ്റെ ഒരു ജൂനിയറിൻ്റെ വീട്ടിൽ താമസിച്ചു. അന്ന് ഡാഡ്, എൻ്റെ സീനിയർ രഘു കോൺവെക്കേഷൻ വന്നതാണ്. ഹലോ, ഹൗ ആർ യു? ഫൈൻ സാർ. ഇരിക്കൂ. രഘുവിനാണ് ഇപ്രാവശ്യം റാങ്ക് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഐ സി, വെരി ഗുഡ്. ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഫ്രീലാൻസറാണ്. ചിക്കിലിയൊക്കെ കിട്ടുന്നുണ്ടോ? ചിലവ് കഴിഞ്ഞു പോകുന്നു. ഇവൻ ശില്പകലയ്ക്ക് ചേർന്നപ്പോൾ ഞാൻ ഡിസ്കറേജ് ചെയ്തതാണ്. ഡിഗ്രി കഴിഞ്ഞ് ഇതിനിറങ്ങിത്തിരിക്കാൻ ഭ്രാന്തുണ്ടോ എന്ന് വരെ ചോദിച്ചതാണ്. എന്തു ചെയ്യാം, ഇവൻ ഇതിലാണ് ക്രേസ്. വല്ല സ്കോപ്പുണ്ടോ? പിന്നെ നമ്മുടെ നാട്ടിൽ ശില്പകലയെക്കുറിച്ച് അവയർനെസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഐ സി. ഹലോ, ഡോക്ടർ തോമസ് ഹിയർ. ആ, മിസ്റ്റർ ജസ്റ്റിൻ, ഹൗ ആർ യു? ഹൗ ഈസ് ഡാലിയ? നന്നായി പഠിക്കുന്നുണ്ടോ? യെസ് യെസ്. ഡോക്ടർ റാവു കൊള്ളാം. എൻ്റെ പേഷ്യൻ്റാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ പ്രിസ്ക്രിപ്ഷൻസും കാണിക്കണം. ഓക്കെ. പിന്നെ ഹൗ ആർ ഹെർ സ്റ്റഡീസ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നൈസ് ടു ഹിയർ യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ. എന്നാൽ നമുക്ക് ഊണ് കഴിക്കാം. വരൂ, കം. Here it is. Abnormal cycle. Modern times. Yes. Part 2. സാർ, ആ, മിസ്റ്റർ രഘു ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. വാട്ട് ഹാപ്പൻ മൈ ഡിയർ ബോയ്? എനിക്കൊരു കാര്യം അറിയണം. ഡോക്ടറിനെ തെറ്റിദ്ധരിക്കരുത്. ഇരിക്കൂ. യെസ്. സാർ, നേരത്തെ ഒരു ഫോൺ വന്നത് ആരുടേതായിരുന്നു? ദാറ്റ് വാസ് എ കോൾ ഫ്രം ഡൽഹി. എൻ്റെ ഒരു സുഹൃത്താണ്, മിസ്റ്റർ ജസ്റ്റിൻ. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്ന? യെസ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ജസ്റ്റിനും കുടുംബവും ഡൽഹിയിലേക്ക് താമസം മാറ്റി. ഹീ ഹാസ് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. ബൈ രഘുവിന് അദ്ദേഹത്തെ അറിയുമോ? മിസ്റ്റർ ജസ്റ്റിൻ്റെ മകൻ ബെന്നി എൻ്റെ സഹപാഠിയാണ്. ഓഹോ. മിസ്റ്റർ ജസ്റ്റിൻ ഒരു രഘുവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ രഘുവാണോ നിങ്ങൾ? അത് ഞാൻ തന്നെയാണ്. ഇറ്റ്സ് എ സ്ട്രേഞ്ച് കോഇൻസിഡൻസ്. നിങ്ങൾക്ക് ജസ്റ്റിൻ്റെ മകളുമായി അടുപ്പമുണ്ടായിരുന്നു അല്ലേ? ഡോണ്ട് ഫീൽ റിഗ്രറ്റ്സ്. അത് നടക്കാതെ പോയത് നന്നായി. രഘു എൻ്റെ മകൻ്റെ സുഹൃത്തായ സ്ഥിതിക്ക്
ഞാനൊരു രഹസ്യം പറയാം. ഡാലിയ വാസ് മൈ പേഷ്യൻ്റ്. മിസ് ഡാലിയ ജസ്റ്റിൻ. ഡാലിയയും നിങ്ങളും തമ്മിൽ അടുത്തത് മുതലുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. നിങ്ങൾ ഡാലിയയുടെ പെയിൻറ്റിങ് വരച്ചത്, ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് സ്കൂൾ ബാഗ് വാങ്ങിയത്, പിറന്നാൾ സമ്മാനം കൊടുത്തത്, പിന്നെ പ്രൊപ്പോസൽ കൊടുത്തത്, ഒടുവിൽ ഹോസ്റ്റൽ മുറിയിൽ വരാൻ പറഞ്ഞതടക്കം എല്ലാമെല്ലാം. ഐ ആം സോറി രഘു. എൻ്റെ ചികിത്സയുടെ ഭാഗമായി നിങ്ങളെ ഒരു കരുവായി ഉപയോഗിച്ചു കൊള്ളാൻ ജസ്റ്റിനെ അഡ്വൈസ് ചെയ്തതും ഞാൻ തന്നെയാണ്. വാട്ട് യു മീൻ ഡോക്ടർ? യെസ്, ഷീ വാസ് എ സ്കീസോഫ്രീനിക്. ഡാലിയ ഒരു വിഷാദ രോഗിയായിരുന്നു നിങ്ങൾ പരിചയപ്പെടുമ്പോൾ. ആ കുട്ടിയുടെ അമ്മയുടെ മരണം? യെസ്. പക്ഷേ അമ്മയുടെ ദുരന്തത്തിന് താനാണ് ഉത്തരവാദി എന്ന കുറ്റബോധം ആ കുട്ടിയെ വേട്ടയാടുന്നുണ്ടായിരുന്നു. യു ടെൽ മീ ഫ്രാങ്ക്ലി, സത്യം പറയണം. യു സ്റ്റിൽ ലൈക്ക് ഹർ? ഞാൻ ആ കുട്ടിയെ സ്നേഹിച്ചു പോയെന്നത് ശരിയാണ്. പക്ഷേ അവൾ എന്നെ അതിന് വിളിച്ചെന്താണെന്നറിയാമോ? ചീറ്റ്, വഞ്ചകനെന്ന്. ഐ നോ എവറിത്തിങ്. പക്ഷേ അതിന് കാരണവുമുണ്ട്. ഡോക്ടർ, ഞാൻ ആ കുട്ടിയെ വഞ്ചിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ ഡാലിയയെ ഞാൻ പ്രേരിപ്പിച്ചത്. അവൾക്ക് പുരുഷന്മാരോടുള്ള ആ ഭീതിയുണ്ടല്ലോ, അത് മാറിക്കിട്ടാൻ. തൻ്റെ പേഷ്യൻറ്റിനെക്കുറിച്ചുള്ള രഹസ്യം ഒരു സൈക്യാട്രിസ്റ്റ് വെളിപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഈ കേസിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. രഘുവിന് കുറ്റബോധം തോന്നാതിരിക്കാൻ ഞാൻ ആ സത്യം പറയാം. ഡാലിയയുടെ അമ്മയുടെ മരണത്തിന് കാരണമായ ആ സംഭവം, ഡാലിയയെ മാനസിക രോഗിയാക്കിയ ആ ട്രാജഡി. ഡാലിയ ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഡൽഹിയിൽ പഠിച്ചിരുന്ന കാലം. അന്നൊരു അവധി ദിവസമായിരുന്നു. ജസ്റ്റിനും ഭാര്യയും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ബെന്നി അക്കാലത്ത് ഇവിടെ ഹോസ്റ്റൽ താമസിച്ച് പഠിക്കുകയായിരുന്നു. ഡാലിയ മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. അന്ന് टेलीफोन खराब है ना? Yes, रिपेयर करने के लिए आया. come in. काम खत्म हुआ. Thank you. ആ സംഭവം ആ കുട്ടിയെ വല്ലാതെ പിടിച്ചുലച്ചു.
അവൾ മാനഹാനി ഭയന്ന് അമിതമായി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മകളുടെ അവസ്ഥ കണ്ട് ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്ന മിസ്സിസ് ജസ്റ്റിൻ അന്ന് രാത്രി ഹൃദയസ്തംഭനം മൂലം മരിച്ചു. പക്ഷേ ഡാലിയ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിന് വേണ്ടി ജസ്റ്റിൻ മകളെയും കൂട്ടി ഇവിടെ വന്ന് താമസമാക്കി. പക്ഷേ നടന്ന സംഭവങ്ങൾ മറക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ പോലും ഫേസ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയാതെയായി. അങ്ങനെ എൻ്റെ അടുത്തേക്ക് ജസ്റ്റിൻ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്നു. സൈക്കോതെറാപ്പി, അതായത് ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ എന്നെ വന്ന് കണ്ട് തനിക്ക് വിഷമമുണ്ടാക്കിയ കാര്യങ്ങൾ ഡാലിയ പറയുമായിരുന്നു. ഞാൻ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ നഷ്ടപ്പെട്ട മാനസികാരോഗ്യം വീണ്ടെടുത്ത് വരികയുമായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അന്യപുരുഷന്മാരെല്ലാം ലൈംഗികദാഹികളായ വിടന്മാരാണെന്ന അവളുടെ ഉപബോധ മനസ്സിലെ ധാരണ മാറ്റാൻ നിങ്ങളുമായുള്ള ഇടപഴകൽ ഉപകരിക്കുമെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റിനോട് അക്കാര്യം ഉപദേശിച്ചു. ദാറ്റ് ഈസ് വൈ യു ഗോട്ട് സച്ച് എ ഫ്രീഡം ഇൻ ദാറ്റ് ഹൗസ്. എങ്കിലും ഇടയ്ക്കിടെ അവൾക്ക് നിങ്ങളെയും അവിശ്വാസമായിരുന്നു. അവളുടെ ആങ്സൈറ്റി ടെൻഷൻ മാറ്റാൻ ചില ഗുളികകൾ ഞാൻ കൊടുത്തു. അങ്ങനെ മാനസികമായി വളരെ നിസ്സംഗതയോടെ തന്നെ നിങ്ങളുമായി ഇടപഴകാൻ അവൾക്ക് കഴിഞ്ഞു. എൻ്റെ പരീക്ഷണം വിജയിച്ചു. അവൾക്ക് നഷ്ടപ്പെട്ട വ്യക്തിത്വവും ആത്മധൈര്യവും തിരിച്ചു കിട്ടി. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിൽ ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അത് ഒരുതരം ഇൻഫാച്വേഷൻ ആയിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അതും മരുന്ന് കൊടുത്തു മാറ്റി. അപ്പോഴാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ടും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഹോസ്റ്റൽ റൂമിലേക്ക് ക്ഷണിച്ചത് ആ കുട്ടി തെറ്റിദ്ധരിച്ചു. മറന്നിരുന്ന ആ സംഭവം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾക്ക് ഒരേ സമയം നിങ്ങളോട് വെറുപ്പും സ്നേഹവുമായി. ആംബിഗ്വിറ്റി എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞും ഏതാണ്ട് 3 മാസത്തോളം ആ കുട്ടിക്ക് ചികിത്സ വേണ്ടി വന്നു. ഡ്രഗ് തെറാപ്പി കൊണ്ട് ഭേദമാകില്ലെന്ന് വന്നപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയയാക്കേണ്ടി വന്നു. അവൾ അതോടെ റീകവർ ചെയ്തു. നടന്ന സംഭവങ്ങൾ പുറമെ അറിയാതിരിക്കാൻ ജസ്റ്റിൻ വീണ്ടും ഡൽഹിയിലേക്ക് താമസം മാറ്റി. നൗ ഷീസ് ഓൾ റൈറ്റ്. കോളേജിലാണിപ്പോൾ. എന്നാലും ആങ്സൈറ്റി കൊണ്ട് ജസ്റ്റിൻ ഇടയ്ക്കിടെ എന്നെ വിളിക്കും. വീണ്ടും അവൾക്ക് അസുഖം വന്നാലോ എന്ന ഭീതിയാണ് അയാൾക്ക്. ക്വൈറ്റ് നാച്ചുറൽ. ഡാലിയെ അവസാനമായി കണ്ടിട്ട് ഒരു വ്യാഴവട്ടമായി. ഇപ്പോൾ അവൾ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ എനിക്കറിയില്ല. ബാക്കി ഞാൻ പറയാം. നീ നിന്റെ പ്രൊഫഷനിൽ മനസ്സും ഹൃദയവും അർപ്പിച്ചു. സ്വന്തം അമ്മയും അച്ഛനും അടക്കമുള്ളവരോട് സ്വയം ഡിറ്റാച്ച്ഡായി.
അന്നന്നാളത്തെ ടെൻഷൻ അതിജീവിക്കാൻ രാത്രികളിൽ മദ്യപിച്ചു. ദേ ഇപ്പോൾ ഒരാഴ്ചയായി പകലുകളിലും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് നഷ്ടം? നഷ്ടമുണ്ട്. തങ്ങളുടെ ഒരേ ഒരു മകൻ സ്വയം നശിക്കുന്നത് കാണുന്ന നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? യു ആർ വെരി സെൽഫിഷ്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. നല്ലൊരു സ്ത്രീ ഭാര്യയായി വരുന്നതോടെ നിന്റെ ജീവിതത്തോടുള്ള ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. നിന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടെങ്കിലും നീ ജീവിക്കണം. ഡാലയും അവളുടെ അച്ഛനും മാങ്ങാത്തൊലിയും എല്ലാം നീ മറന്നെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിലും സത്യം അതല്ല. നിന്റെ ഉപബോധ മനസ്സിൽ അവരിപ്പോഴും സജീവമായുണ്ട്. കുളത്തിലൊരു കല്ലിട്ടാൽ അത് ഉപരിതലത്തിൽ നിന്ന് ഉളിയിട്ട് അടിയിൽ പോയി കിടക്കും. ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ബോധമനസ്സ് കുളത്തിൻ്റെ ഉപരിതലം പോലെയാണ്. അവിടെ കല്ല് വീഴുമ്പോൾ ഓളങ്ങളുണ്ടാവും. പക്ഷേ ആ കല്ല് താഴോട്ടിറങ്ങി അടിത്തട്ടിൽ കിടപ്പുണ്ടെന്ന സത്യം നാം മറക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇപ്പോൾ ഒരു ഡോക്ടറാണ് നിന്നോട് സംസാരിക്കുന്നത്. ആദ്യം നിന്റെ മനസ്സിന് എന്തും നേരിടാനുള്ള കരുത്തുണ്ടാകണം. അതിന് നീ ഞാൻ പറയുന്ന അനുസരിക്കണം. കുറഞ്ഞത് 3 മാസത്തേക്കെങ്കിലും യു വിൽ ബി അണ്ടർ മൈ ട്രീറ്റ്മെൻറ്റ്. അത് നിന്റെ നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി. ഓക്കെ? എല്ലാം വികൃതി കുട്ടികളാ അമ്മായി. അപ്പൊ നല്ല രസമായിരിക്കും അല്ലേ? സരസ്വതി, നീ എപ്പോ വന്നു? ഞാൻ ഉച്ചക്കത്തെ ട്രെയിനിങ്ങിൽ പോകുന്നു. അമ്മായി അമ്മാവനും രഘുവേട്ടനും എന്നെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റും. ഒരാഴ്ച സ്കൂളില്ല, സമര നേരെ ഇങ്ങോട്ട് പോന്നു. അതേതായാലും നന്നായി. നിന്നെ കൊണ്ട് സ്കൂളിലെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. എന്റെ സ്കൂളിലെ ഏറ്റവും ജൂനിയർ ആയ ടീച്ചറാ ഞാനെങ്കിലും 1 വർഷം കൊണ്ട് ഏറ്റവും പോപ്പുലർ ആയ ടീച്ചറും കൂടിയാ. കുട്ടികൾക്ക് സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞ ജീവനാ. മതി മതി ഗീർവാണം. ആത്മപ്രശംസ അധികമായാലേ കേൾക്കാൻ ആളെ കിട്ടില്ല. ഇത് കേട്ടോ അമ്മാവ, ഇതിന്റെ പേര് അസൂയ എന്നാ. എന്റെ പോപ്പുലാരിറ്റി രഘുവേട്ടനെ ദഹിക്കണില്ല. ആളെന്തായാലും ഈ വേഷത്തിൽ സുന്ദരിയായിട്ടുണ്ട്. രഘുവേട്ടന്റെ കണ്ണിലെ ഞാൻ ഇതുവരെ സുന്ദരിയാതിരുന്നിട്ടുള്ളൂ. അത് കൊള്ളാം. ആത്മപ്രശംസ വീണ്ടും തുടങ്ങിയോ? കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്തുവാ രഘുവേട്ടാ? എത്ര നാളായി അവനിങ്ങനെ ചിരിച്ചു കേട്ടിട്ട്. ഇനി നമ്മൾ വെച്ച് വൈകിച്ചൂടാ. പക്ഷേ അവൻ സമ്മതിക്കുമോ കല്യാണി? കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മോന് പ്രായം എത്ര ആയിന്നാ വിചാരം? ഈ വരുന്ന ചിങ്ങത്തിൽ 35 കഴിയും. മുഴുവൻ നര വീണവരെ കാത്തിരിക്കണോ? അവൾക്ക് കഴിഞ്ഞ മീനത്തിൽ 23 തികഞ്ഞു. ഞാൻ പാറൂട്ടിയോടും ദാമോദരനോടും സംസാരിച്ച് നോക്കട്ടെ. അമ്മുൻ്റെ മോളുടെ ചോറിന് പോയപ്പോൾ
ഞാൻ പാർവതി ചേച്ചിയോട് ഒന്ന് സൂചിപ്പിച്ചതാ. അവർക്കൊക്കെ സമ്മതാ. പക്ഷേ നമ്മുടെ മോൻ്റെ പ്രകൃതം ഒന്ന് ഒത്തുവരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനി വെച്ച് വൈകിക്കണ്ട. രഘുവേട്ടാ പ്ലീസ് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. പ്ലീസ് രഘുവേട്ടാ. ആ ആ എങ്ങനെയുണ്ട് രഘുവേട്ടാ എന്റെ മോഡേൺ ആർട്ട്? കൊള്ളാം. കുറച്ച് ചായ എടുത്ത് തേച്ചാ മോഡേൺ ആർട്ടാവോ? പിന്നല്ലാതെ. പിന്നെ രഘുവേട്ടൻ എന്തായി വരച്ചു വെച്ചിരിക്കണേ? കുറെ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് അവിയല് പരുവത്തിലൊരു സാധനം. പെണ്ണെ കുറച്ച് കൂടുന്നുണ്ട് നിന്റെ അയ്യോ, കളിയാക്കൽ. വേണ്ട രഘുവേട്ടാ വിട്. എന്താ ഇത്? രഘുവേട്ടാ ഞാൻ എത്ര നേർച്ചയാ നേർന്നിരിക്കണമെന്ന് അറിയോ? എന്തിന്? എന്റെ രഘുവേട്ടൻ ഭുജിഭാവമൊക്കെ മാറ്റി ഒരു റൊമാൻറ്റിക് ആയി മാറണമെന്ന്. ഇത് ആദ്യമായിട്ടാ രഘുവേട്ടൻ ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നത്. എന്റെ പ്രാർത്ഥന ദേവി കേട്ടുന്നാ തോന്നണേ. സരസ്വതിക്ക് കിടക്കാറായില്ലേ? അമ്മ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നു കളയും. എന്നായാലും ഒരു ദിവസം ഇവിടെ വരേണ്ട കുട്ടിയല്ലേ അവള്. അമ്മ ഇതെന്താ ഈ പറയണത്? ഇനിയും നിങ്ങളുടെ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ഒന്നും പറയണ്ട. കഴിഞ്ഞ 3-4 വർഷമായി വരുന്ന കല്യാണാലോചനകളൊക്കെ സരസ്വതി തട്ടിക്കളയുക നിനക്ക് വേണ്ടി. അത് നിനക്കറിയോ? പക്ഷേ എന്നോട് ഇതുവരെ. നിന്നോട് കല്യാണക്കാര്യം പറയാൻ വരുമ്പോഴേക്കും ചാടി കടിക്കാൻ വരുമല്ലായിരുന്നോ ഇത്രയും കാലം? അച്ഛൻ സരസ്വതിയുടെ അച്ഛനെ അമ്മയും കണ്ട് സംസാരിക്കാൻ പോവുക. ഈ ചിങ്ങത്തിൽ ഇത് നടത്തണം. അല്ലെങ്കിൽ തന്നെ സരസ്വതി ആരാ? നിന്റെ മുറപ്പെണ്ണല്ലേ? പക്ഷേ നീ ഒന്നും പറയണ്ട. നിന്റെ കള്ളൂടി ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നത്. കുലദൈവം കാത്തു. ഒറ്റടി വെച്ചതാണ്. മതി മതി കുറച്ചുകൂടി കഴിക്കും. മതി. ഇങ്ങിതാമായി ഞാൻ കൊടുക്കാം. രഘുവേട്ടാ പുസ്തകം എടുക്കാൻ മറന്നോ? താങ്ക്സ്.
അതോടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഹായ്. ഉം. ഉം? ഉം. വീട്ടിൽ ചെന്നിട്ട് കത്തെഴുതണം കേട്ടോ മോളെ. ഉം. അടുത്ത മാസം ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. വിവരത്തിന് ഞാൻ അച്ഛനെ എഴുതാം. രഘു, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. നടുക്കടലിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന തോണിയെ പോലെയായിരുന്നു ഞാൻ. എന്നെ കരക്കടുപ്പിച്ചതിന് ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയാ? നിങ്ങൾ കലാകാരന്മാരടക്കമുള്ള പല മനുഷ്യരും പൊതുവെ ദുർബലരാണ്. മദ്യപാനവും പുകവലിയും കൊണ്ട് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ളവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ കെൽപ്പില്ലാത്തവരായി തീരുകയാണ്. പക്ഷേ ഇപ്പോൾ നീ വീണ്ടെടുത്തിരിക്കുന്ന മാനസികാരോഗ്യത്തിന് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സരസ്വതിയോടാണ്, എന്നോടല്ല. ഇനി അധികം വൈകാതെ നിന്റെ കല്യാണക്കൂറ് കൂടി എനിക്ക് കാണണം. ചിങ്ങത്തിൽ നടത്തണമെന്നാ അച്ഛനും അമ്മയും പറയണത്. ഇറ്റ് മീൻസ് 2 മാസം കൂടെ. കണ്ണ് മൂടി തുറക്കുന്നതിന് മുമ്പ് ചിങ്ങമാകില്ലേ കുട്ടാ? അപ്പോൾ അടുത്ത ഓണത്തിന് ഒരു ജൂനിയർ രഘുവിനെ പ്രതീക്ഷിക്കാലോ? എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്യാം. മേ ഐ കമിൻ സാർ? യെസ്, കമിൻ. ഹീസ് മിസ്റ്റർ രഘു, പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൽ എക്സ്പെർട്ട്. രഘുവിൻ്റെ സേവനം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. രഘു, ഇരിക്കൂ. രഘു, ഷീസ് ഡാലിയ ജസ്റ്റിൻ ഫ്രം ഡൽഹി. അവർക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. എന്നോട് അഡ്വൈസ് ചോദിച്ചു. ഞാൻ രഘുവിനെ സജസ്റ്റ് ചെയ്തു. യു ഷുഡ് ഹെൽപ്പ് ഹെർ. ഡാലിയ ജനിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലാണ്. CBSEക്ക് പഠിക്കുമ്പോൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ ഫിലിം എടുക്കാൻ വന്നതാ, മാനസിക വൈകല്യം വന്ന കുട്ടികളെക്കുറിച്ച്. ആ ഫിലിമിന് വേണ്ടിയാണ് രഘു ചിത്രങ്ങൾ വരയ്ക്കേണ്ടത്. ഹീ വിൽ ഗീവ് യു ദ ബെസ്റ്റ്. ദാറ്റ് ഐ ക്യാൻ അഷ്വർ യു. ഐ എം സോറി സാർ. രഘു, ഷീ വിൽ പേ യു ഫോർ ദാറ്റ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം അവർ തരും. പ്രതിഫലം അതെന്നേ എനിക്ക് കിട്ടിക്കഴിഞ്ഞതാ. എനിക്ക് കോളേജിൽ നിന്നും കിട്ടുന്ന ശമ്പളം മതി ചെലവ് കഴിയാൻ. ഐ ആം സോറി. ഞാൻ പറഞ്ഞാൽ രഘു കേൾക്കുമെന്ന് കരുതി. ഞാൻ മറ്റൊരാളെ അറേഞ്ച് ചെയ്ത് തരാം. വേണ്ട സാർ, ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. സോറി ഫോർ ദ ട്രബിൾ. രഘു, എനിക്ക് രഘുവിനോട് അല്പം സംസാരിക്കണം. പറ്റില്ല എന്ന് പറയരുത്. വരൂ. ഡാഡി മരിച്ചു.
4 വർഷമായി. ചേട്ടനിപ്പോൾ സ്റ്റേറ്റ്സിലാ. MA-ക്ക് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. സൈക്കോളജി ആയിരുന്നു വിഷയം. ഒന്നുകിൽ ലെക്ചറർ ആവാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. രണ്ടും വേണ്ടാന്ന് വെച്ചു. ഒടുവിൽ കണ്ടെത്തിയ പ്രൊഫഷനായത് ഡോക്യുമെൻ്ററി മേക്കർ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 4 വർഷമായി. 6-7 വീഡിയോ ഡോക്യുമെൻ്ററികൾ ചെയ്തു. കുഴപ്പമില്ല, ഡൽഹിയല്ലേ, മാർക്കറ്റിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. നിനക്കെങ്ങനെ ഇത്ര മെച്ചൂർഡായി മാറാൻ കഴിയുന്നു ഡാലിയ? രഘു ഇപ്പം എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കെങ്ങനെ ഇത്ര മെച്ചൂർഡായിട്ട് പെരുമാറാൻ കഴിയുന്നു എന്ന്, അല്ലേ? രഘുവിൻ്റെ മനസ്സ് എന്നെപ്പോലെ മറ്റാർക്കറിയാം? Order please. Sweet corn chicken soup, Yes. mixed fried rice, Yes. butter chicken. Yes. Anything else? Anything else, Raghu? ഇപ്പം ഇത് കൊണ്ടുവരും. Okay, madam. ഈ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ഒരു വോളണ്ടറി ഏജൻസിക്ക് വേണ്ടിയാണ് ഞാൻ നിർമ്മിക്കുന്നത്. 2 മാസം കൊണ്ട് തീർത്തു കൊടുക്കണം. ഐ എം സോറി, ഞാൻ കുറേ സെൽഫിഷായി പോകുന്നു അല്ലേ? എൻ്റെ കാര്യം മാത്രം പറയുന്നു. വാട്ട് അബൌട്ട് യു? ഞാൻ ലെക്ചറായിട്ട് 8 വർഷമായി, കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ല. ദെൻ എല്ലാം ഞാൻ അറിഞ്ഞു. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചത് തന്നെ രഘുവിനെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാ. വേണ്ട, പഴയ അധ്യായങ്ങളൊന്നും ഇനി തുറക്കണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്ന് രഘുവിന് പറയാം. എല്ലാം മറക്കാനും ജീവിക്കാനുള്ള കഴിവ് ദൈവം പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ എത്ര ശ്രമിച്ചാലും ഒരു സ്ത്രീക്ക് പുരുഷനാവാൻ പറ്റില്ലല്ലോ. രഘു, ഡോണ്ട് യു ലവ് മീ? Raghu, don't you love me? രഘു, ഡാലിയോട് നിനക്ക് അതേ വികാരം ഇപ്പോഴും ഉണ്ടോ? നോ, ഇല്ല. പിന്നെന്താണ് പ്രശ്നം? ഡാലി അവളുടെ പാട്ടിന് പോകാൻ പറ. എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ പറ്റണില്ല. അവൾ മുന്നിലിരിക്കുമ്പോൾ എനിക്കതിനാവണില്ല. അവൾ പറയുന്നതൊക്കെ അനുസരിക്കാനേ കഴിയുന്നുള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ്. ഓൾ ഫയർ. എത്ര ശ്രമിച്ചാലും അത് വീണ്ടും അവസരം വരുമ്പോൾ പൂർവാധികം ശക്തിയായി കത്തും. എന്നെ സഹായിക്കണം മുകുന്ദൻ. എനിക്ക് അവളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ അവളെ കാണുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു. ബട്ട് യു ഹാവ് ടു ടെൽ ഹർ. നിനക്കത് പറയാൻ കഴിയണം. നിന്നെ ഇനി കാണരുതെന്ന് പറയണം. നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയണം. ബി ബോൾഡ്. പക്ഷേ നീ വീണ്ടും മദ്യത്തിന് അടിമയാകരുത്. അത് നിന്നെ തളർത്തുകയുള്ളൂ. നീ ടെൻസ്ഡാ. ദേ, ഇതിലൊരെണ്ണം ഇപ്പം കഴിക്കുക. ഒരു മൈൽഡ് ട്രാൻക്വലൈസറാ. ഇനി അവളെ കാണുമ്പോൾ നീ ഇതിലൊരെണ്ണം എടുത്ത് അവൾ കാണാതെ വിഴുങ്ങിക്കോ. ഡിറ്റാച്ചഡായി നിനക്ക് പെരുമാറാൻ പറ്റും.
എന്നിട്ട് മനസ്സിലുള്ള കാര്യം മുഴുവൻ തുറന്നങ്ങോട്ട് പറ. ഉം? ഉം. അങ്ങനെ മാനസികമായി വളരെ നിസ്സംഗതയോടെ തന്നെ നിങ്ങളുമായി ഇടപഴകാൻ അവൾക്ക് കഴിഞ്ഞു. രഘു, എന്തുപറ്റി? എന്നിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റുമോ ആലോചിക്കായിരിക്കും അല്ലേ? രഘു, വരൂ. നോ രഘു, വരാൻ പറ്റില്ലെന്ന് പറ. വരാൻ സൗകര്യപ്പെടില്ല എന്ന് പറയാൻ രഘുവിന് കഴിയോ? വരൂ. പോർട്രേറ്റ്സിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു രഘു? നിന്റെ തീരുമാനം പറ. ഇനി നിന്നെ കാണാൻ വരരുതെന്ന് പറ. രഘു പ്രിൻസിപ്പാളിനോട് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും എന്നോടങ്ങനെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പോർട്രേറ്റിന് 2000 രൂപ വെച്ച് ഞാൻ പ്രതിഫലം തരാം. മെൻ്റലി റിട്ടയർഡായ 10 കുട്ടികളുടെ പോർട്രേറ്റ്സ് വേണം. കുട്ടികളെ ഞാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി രഘുവിൻ്റെ ഗ്രീൻ സിഗ്നൽ മാത്രം കിട്ടിയാൽ മതി. ഷൂട്ടിംഗ് 2 ആഴ്ച കൊണ്ട് കഴിയും. അതിനു മുമ്പ് വരച്ചു തന്നാൽ മതി. രഘു, $20,000 ഉണ്ട്, വാങ്ങിക്കോളൂ. ചിത്രകല നിന്റെ പ്രൊഫഷനാണ്. അതിന് പ്രതിഫലം വാങ്ങുന്നത് തെറ്റല്ല. യെസ്, ദിസ് ഈസ് യുവർ പ്രൊഫഷണൽ ഫീസ്. സ്വന്തം ജോലി ഈ ഡാലിയ ജസ്റ്റിനെന്നല്ല, ആർക്ക് വേണ്ടിയും ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. വാങ്ങൂ. രഘുവിൻ്റെ വീട് എവിടെയാ? ഞാൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അത് വേണ്ട, ഇവളെ വീട് കാണിച്ചു കൊടുക്കുന്നത് അബദ്ധമാണ്. വേണ്ടെങ്കിൽ വേണ്ട, ഞാനവിടെ കയറി താമസമൊന്നും ആക്കില്ല കേട്ടോ. ഓക്കെ, നാളെ വൈകുന്നേരം ഞാൻ കോളേജിലേക്ക് വരാം. പോർട്രേറ്റ്സ് വരയ്ക്കേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, ബൈ. മതി. അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഞാനും അമ്മയും തൃക്കാക്കര വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. സരസ്വതിയുടെ അച്ഛനും അമ്മയുമായി സംസാരിച്ച് തീയതി അങ്ങ് നിശ്ചയിക്കാൻ പോവുക. നിനക്ക് വന്നൂടെ രഘു? അച്ഛൻ പറയുന്ന കേട്ടില്ലേ രഘു? ശനിയും ഞായറും അവധിയല്ലേ, നിനക്കും കൂടെ വന്നൂടെ? അമ്മയും അച്ഛനും പോയാൽ മതി. എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. ആ, നിനക്കൊരു കത്തുണ്ട്. പ്രിയപ്പെട്ട രഘുവേട്ടന് സുഖം തന്നെയല്ലേ? ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ രഘുവേട്ടന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റൂ. അമ്മാവൻ്റെ കത്തുണ്ട് അച്ഛന്. അമ്മാവനും അമ്മായിയും ഉടനെ വരുന്നുണ്ടെന്ന്. എന്തിനാണെന്നറിയാലോ. പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ജാതകം ഒത്തുനോക്കി. നല്ല പൊരുത്തമാണ്. അതങ്ങനെയല്ലേ വരൂ. രഘുവേട്ടൻ എൻ്റെ അല്ലേ, എൻ്റെ മാത്രം സ്വന്തം സരസ്വതി. വരൂ. വരൂ രഘു.
രഘു, ഏതുവരെയായി എന്ത്? വർക്ക്? ഞാനത് തുടങ്ങിക്കഴിഞ്ഞു. 12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വേർപിരിഞ്ഞപ്പോൾ ഈ ജന്മം നമ്മൾ ഇനിയും കണ്ടുമുട്ടുമെന്ന് രഘു പ്രതീക്ഷിച്ചിരുന്നോ? നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ലല്ലോ നടക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ വർക്ക് കഴിയും. ഇനി രഘുവിനെ വേർപിരിഞ്ഞിരിക്കാൻ എനിക്കാവും തോന്നുന്നില്ല. രഘു, നീ കൂടെ വന്നാൽ അവർക്ക് സന്തോഷമാകുമായിരുന്നു. അതെങ്ങനെ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? അവൻ എന്തോ പണി ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടല്ലേ. അത് 2 ദിവസം നീട്ടിവെച്ചൂടെ? കല്യാണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ? നിന്റെ തോന്നിയാസം ഇനി എൻ്റെ അടുത്ത് നടക്കില്ല. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വാ പോവാം. നീ എന്ത് തീരുമാനിച്ചു? രഘു, വിവാഹ ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് മനസ്സിലാക്കി വേണം എന്തും തീരുമാനിക്കാൻ. പിന്നീട് ദുഃഖിക്കാനിടയാവരുത്. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്കും സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്കും ഈ കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല. നീ സ്വയം തീരുമാനമെടുത്തേ പറ്റൂ.
മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവും തൻ്റെ ഇടവും ഇല്ലാതിരുന്ന പ്രായത്തിൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചു. രഘുവിനെ മനസ്സിലാക്കുന്നതിൽ 12 വർഷത്തെ ഏകാന്ത ജീവിതവും ഞാൻ അനുഭവിച്ചു. വേരുകളില്ലാത്ത ജീവിതമെന്ന് കേട്ടിട്ടില്ലേ? അതായിരുന്നു എൻ്റെത്. മുക്കുറ്റിപ്പൂക്കളും തുളസിക്കതിരുകളും ഞാൻ സ്വപ്നം കണ്ട നാളുകളുണ്ടായിരുന്നു ബാല്യത്തിൽ. 5-6 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ എൻ്റെ നാട്ടിലെ കൊച്ചു ഗ്രാമം കണ്ട ഓർമ്മയായിരിക്കാം. ഗ്രാൻഡ്പയും ഗ്രാൻഡ്മയും മരിച്ചതോടെ അച്ഛൻ നാട്ടിലേക്കുള്ള യാത്ര നിർത്തി. കോണാട്ട് പ്ലേസിലും കരോൾ ബാഗിലും ചുറ്റിയടിച്ചപ്പോഴും മഞ്ഞുകാലത്തെ രാത്രികളിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലിരുന്ന് കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന വിജനമായ രാജപാതകളും ഇരുവശവുമുള്ള തണൽവൃക്ഷങ്ങളും അർത്ഥമില്ലാതെ നോക്കിയിരുന്നപ്പോഴും കാരണം അറിയാത്ത നഷ്ടബോധമായിരുന്നു. ദുഃഖവും മരണവും മാത്രമായിരുന്നു എൻ്റെ കൂട്ടുകാർ, അന്നും ഇന്നും. ഹൃദയം തുറന്ന് സംസാരിക്കാൻ പോലും ഒരാളില്ലായിരുന്നു. തങ്ങളുടെ ഫേവററ്റ് നടന്മാരെ സ്വപ്നം കാണുന്ന കൂട്ടുകാരികൾ, ലേറ്റസ്റ്റ് ഫാഷനിലിറങ്ങുന്ന വസ്ത്രങ്ങളും അണിഞ്ഞ് ചൂളമടിച്ച് ബൈക്കുകളിൽ അലറിപ്പായുന്ന ആത്മാവില്ലാത്ത ചെറുപ്പക്കാർ. ഇവർക്കിടയിൽ ഞാൻ എന്നും ഒറ്റപ്പെട്ടു പോയിരുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോവും യാന്ത്രികമായ എൻ്റെ ജീവിതത്തിലേക്ക്. കുറച്ച് നാളത്തേക്ക് മാനസിക വൈകല്യം വന്ന ഈ കുട്ടികളായിരിക്കും എൻ്റെ കൂട്ടുകാർ, എഡിറ്റിംഗ് റൂമിലും മനസ്സിലും. അത് കഴിഞ്ഞാൽ വീണ്ടും കുറേ നാളത്തേക്ക് ശൂന്യത. എനിക്ക് ഡാലിയെ മനസ്സിലാക്കാൻ കഴിയും, അന്നും ഇന്നും. പക്ഷേ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കൽ രഘു എന്നോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതിനിന്നും ആയുസ്സുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ? സ്നേഹിക്കപ്പെടാനാണ് എനിക്കിഷ്ടം. ഐ ടു ലവ് ടു ബി ലവ്ഡ്. പക്ഷേ അത് പറഞ്ഞ് ഞാൻ ഡാലിയുടെ പ്രതികാരം തീർക്കുകയല്ല. ഡാലിയെ മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടി വന്ന 14-കാരിയായ പെൺകുട്ടി, അവൾ എന്നും എൻ്റെ ഉള്ളിലുണ്ട്. കാലം അവളെ എത്ര മേക്കപ്പ് ചെയ്താലും. അവൾക്കൊരു പുനർജന്മം നൽകുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഡാലിയയുടെ ജീവിതം എൻ്റെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ്. ഡാലിയ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവിടെ എനിക്ക് കോറി വരയ്ക്കാം, അല്ലെങ്കിൽ എഴുതി ചേർക്കാം. എത്ര ശ്രമിച്ചാലും എനിക്ക് ക്രൂരനാവാൻ കഴിയില്ലല്ലോ. എൻ്റെ മനസ്സ് ഡാലിയയ്ക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്.
യെസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ? റൂം നമ്പർ 417 താമസിക്കുന്ന. യു മീൻ മിസ് ദാലിയ? യെസ്. അവർ രാവിലെ ചെക്കൗട്ട് ചെയ്തു. എവിടേക്ക്? അറിയില്ല. 1 second സർ. യു ആർ മിസ്റ്റർ രഘു? അതെ. ഹിയർ ഈസ് എ മെസ്സേജ് ഫോർ യു ഫ്രം മിസ് ദാലിയ. താങ്ക്സ്. വെൽക്കം. ഡിയർ രഘു, ഞാൻ പോകുന്നു. തുടങ്ങി വെച്ച വർക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നത് തന്നെ. പിന്നെ രഘുവിൻ്റെ വലിയ മനസ്സിന് നന്ദി. ഞാൻ പറയാതെ തന്നെ എന്നെപ്പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ടും എന്നോട് കാണിച്ച സഹതാപത്തിന് പ്രത്യേകിച്ചും. പക്ഷേ എന്നെപ്പോലെ നഗരത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീക്ക് സഹതാപം അസഹ്യമാണ്. മുക്കുറ്റിപ്പൂക്കളും തുളസിക്കതിരുകളും എനിക്ക് അന്യമാണ് ഇന്നും എന്നും. യുവേഴ്സ്, ഡാലിയ. ദീപം 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 ദീപം